ഇതിന്റെ വേറെ പോരായ്മകൾ എന്താന്ന് വെച്ചാല് ഡ്രൈവിംഗ് കംഫോർട്ട് അബവ് പാറാണ്, എന്ന് വെച്ചാൽ അബവ് എക്സ്പെക്ടേഷൻസ് തന്നെയാണ്. എനിക്കൊരു വട്ടം ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വണ്ടി ഓഫ് ആയിരുന്നു, ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്നു, എനിക്ക് സ്റ്റിയറിംഗ് മാറ്റാനും പറ്റില്ല, ബ്രേക്ക് ചവിട്ടി അവിടെ അങ്ങ് നിർത്തേണ്ടി വന്നു. മൈലേജിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ഈ ഒരു വണ്ടിയിൽ. അപ്പൊ എനിക്കൊരു നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാൻ പറയുന്നത്. അപ്പോൾ ജയ്, നമ്മള് വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഫീലിംഗ്? ഇപ്പം അത് ഡ്രൈവിംഗ് ഫൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംഫർട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ ഇതിനു മുമ്പ് ഒരു സെഡാൻ യൂസർ ആയിരുന്നു. ഓക്കെ. സെഡാനിൽ നിന്നാണ് ഈ ഒരു SUV-ലോട്ടൊരു ട്രാൻസിഷൻ ഉണ്ടായത്. ഓക്കെ. ആ ഒരു വണ്ടി ഓടിക്കുന്നതിൽ ഒരു നല്ലൊരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യാം. പക്ഷേ സെഡാൻ്റെ അത്ര ആ ഒരു കോർണറിംഗ് ഉള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല, കോൺഫിഡൻസ് കുറച്ചുകൂടെ കുറയുന്നില്ല. കോൺഫിഡൻസ് നല്ല ഒരു കംഫർട്ട് ഉണ്ട്. ഇപ്പൊ സീറ്റിംഗ് ആണെങ്കിലും എന്റെ വെർണയുടെ കാട്ടിലും നല്ല ഒരു കംഫർട്ടബിലിറ്റി ആണ്. വെർണയായിരുന്നു. അതെ അതെ. ഓക്കെ. അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല കംഫർട്ടബിൾ ആണ്. തൈ സപ്പോർട്ട് ഒക്കെ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. അതെ അതെ. ഓക്കെ. പിന്നെ പവറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല, ഞാനിപ്പോ കണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇതിന്റെ വേറെ പോരായ്മകൾ എന്താന്ന് വെച്ചാല് സെഡാൻ ഇപ്പം ഒരു 6th ഗിയറിൽ ഇടുവാണെങ്കിലും നമ്മളൊരു 40-ൽ പോയാൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ അതെ. വണ്ടി ഇടിച്ച് നിൽക്കുകയോ അല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതെന്ന് വെച്ചാല് നമ്മള് എന്റെ ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിയതാണ് ഈ മാനുവൽ എടുത്തതാണ്. മാനുവൽ എടുത്തതിൽ ഇപ്പം അതെ അതെ തോന്നുന്നല്ലേ അതെ. മാനുവലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ സ്പീഡിന്റെ അനുസരിച്ച് ഗിയർ മാറ്റിക്കൊണ്ടേ തന്നെ ഇരിക്കണം. നമ്മള് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ട്രാൻസ്മിഷനൊന്നും ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. എത്ര ഞാനിപ്പോ പെട്ടെന്ന് ഒരു സ്പീഡ് കുറയ്ക്കണമെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം ഓട്ടോ എടുത്താൽ മതിയായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? ഓട്ടോമാറ്റിക് എടുക്കുന്നതിൽ ഞാൻ ഇനിയും എന്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് തന്നെ എടുക്കണം. ബാക്കി എല്ലാം ഓക്കെയാണ്. ബാക്കി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ക്ലച്ചിന്റെ പ്രശ്നവും ഉണ്ട്. അതായത് ഡ്രൈവിംഗ് കംഫോർട്ട് അബവ് പാറാണ്, എന്ന് വെച്ചാൽ അബവ് എക്സ്പെക്ടേഷൻസ് തന്നെയാണ്. ഈ ഒരു സെക്ടറിലുള്ള വണ്ടികളിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ക്ലച്ചിന്റെ എങ്ങനെയുണ്ട്? ക്ലച്ചിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വഴിയില് ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് കറക്റ്റ് രീതിയിൽ എന്ന് വെച്ചാൽ നല്ല പരിചയമുള്ള ആൾക്കാരെ ഓടിച്ചില്ലെങ്കിൽ വണ്ടി എപ്പോഴും ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നുണ്ട്. അത് ക്ലച്ചിന് ഓൾറെഡി ഒരു വണ്ടി നമ്മൾ മാറി ഓടിക്കുമ്പോൾ ക്ലച്ചിന് ബുദ്ധിമുട്ട്. അതെ അതെ. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ വണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് ലോക്കാവും. അങ്ങനെ എനിക്കൊരു വട്ടം ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വണ്ടി ഓഫ് ആയിരുന്നു, ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്നു, എനിക്ക് സ്റ്റിയറിംഗ് മാറ്റാനും പറ്റില്ല, ബ്രേക്ക് ചവിട്ടി അവിടെ അങ്ങ് നിർത്തേണ്ടി വന്നു. അത്രേ ഉള്ളായിരുന്നുള്ളൂ. ബ്രേക്കും ഫസ്റ്റും സെക്കൻഡും പ്രശ്നമല്ല ചവിട്ടാൻ പറ്റുള്ളൂ, പിന്നീട് ബ്രേക്കും കിട്ടില്ല, പവർ ബ്രേക്ക് ആയതുകൊണ്ട്. അതെ അതെ അതെ. അപ്പൊ അതൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോ മാത്രമേ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം ആ ഒരു ക്ലച്ചിന്റെ ആ ഒരു ഇത് മാത്രമാണ് ഡ്രൈവിംഗിൽ കുറച്ച് ഇതായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഈ മൾട്ടിമീഡിയ ഇൻഫോർടൈൻമെന്റ് ഈ ഒരു സ്ക്രീന് അതെങ്ങനെയുണ്ട് യൂസ് ചെയ്യാൻ? ഈ കണ്ടിട്ട് കുറച്ച് വലിപ്പം കുറവായിട്ട് ഫീൽ ചെയ്തു. ഇത് 2019 വന്ന വണ്ടിയാണ്. അപ്പം ആ ഒരു കാലത്ത് ഈ ഒരു മൾട്ടിമീഡിയ സിസ്റ്റം അത്രയ്ക്ക് ഡെവലപ്ഡ് അല്ലായിരുന്നു. അപ്പൊ അവർ ആ ഒരു സ്ക്രീനിൽ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. 2021 മോഡലാണ്. അതെ അതെ. ഇപ്പോഴും ഇവരുടെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് ഈ ഒരു സ്ക്രീനോ അല്ലെങ്കിൽ മൾട്ടിമീഡിയ സിസ്റ്റം ഒന്നും മാറിയിട്ടില്ല. മാത്രമല്ല ഇവരൊരു തേർഡ് പാർട്ടി സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണക്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ഇതാണ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്റെ വെർണ ആകുമ്പോൾ ഞാൻ വെർണ യൂസ് ചെയ്യുമ്പോൾ അത് അവരുടെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പൊ അത് ഭയങ്കര സ്മൂത്ത് ആണ്. ലൈക്ക് ഇത് നോക്കിയിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് വെർണ ഇപ്പം ഷോറൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലത്തെ ആ ഒരു ഫീലിംഗ് ആണ്. അതിന് ഒരു ലാഗും ഇല്ല ഇപ്പോഴാണെങ്കിൽ പോലും. പക്ഷെ ഇതാവുമ്പം ഒരുപാട് ലാഗും വരുന്നുണ്ട്. നമ്മൾ അത്രയും സ്മൂത്ത് സിസ്റ്റം യൂസ് ചെയ്തിട്ട് 0.01 സെക്കൻഡ് ലാഗ് കാണുള്ളൂ. എങ്കിലും അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന്റെ ബാക്ക് ക്യാമറ ഒക്കെ നല്ല ലാഗിയാണ്. എന്ന് വെച്ചാല് നമ്മള് നെക്സൺ ഒക്കെ വരുന്ന പോലെ തന്നെ
പ്രീമിയം സെഗ്മെന്റിന് കാരണം എന്റെ സെഡാന് വെർണയിൽ കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല ഇതിനകത്ത്. ഓക്കെ. ശരിക്കും നമ്മൾ ഇത്രയും ഇതായിട്ടുള്ള റോഡ് പണി നടക്കുന്ന ഭാഗത്തൂടെ വന്നത്, നിങ്ങൾക്ക് വണ്ടിക്ക് അകത്ത് അതിൻ്റെ ഒരു കുലുക്കോ കാര്യങ്ങളോ ഒന്നും അറിയാനായിട്ടില്ലല്ലേ. പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം ഫ്യൂൽ എക്കോണമി ആയിരിക്കുമല്ലോ. അപ്പം മൈലേജ് എന്തുമാത്രം കിട്ടുന്നുണ്ട്, നല്ലൊരു മൈലേജ് ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം ജെയ്ക്ക് എത്ര കിട്ടുന്നുണ്ട് ഇപ്പം? മൈലേജിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ഈ ഒരു വണ്ടിയിൽ. ഓക്കെ. ലൈക്ക് ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തത് ഒരു SUV ഒക്കെ അല്ലേ, SUV ആണ്, പ്രീമിയം ആണ്. അതെ തീർച്ചയായിട്ടും. പക്ഷെ ഇത് ലോങ്ങിൽ പോകാൻ ഭയങ്കര മൈലേജ് ആണ്. ഞാൻ ഇത് പലയിടത്തും കൊണ്ടുപോയായിരുന്നു. ഞാനിത് മൈലേജ് ഞാൻ കറക്റ്റായിട്ട് നോക്കുകയും ചെയ്തത് എന്ന് വെച്ചാൽ ഞാൻ റാഷ് ഡ്രൈവിംഗ് അല്ലാതെ നോർമൽ നമ്മൾ ഒരു ഡീസൻറ്റ് ഡ്രൈവിങ്ങിലുള്ള മൈലേജാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്കൊരു നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു 15 കിട്ടുമെന്ന് പറയും ഞാൻ. 15 കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ, കാരണം ആദ്യത്തെ ഒരു വട്ടം ഇത് കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പോയി ഇതേപോലെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ ഇത്ര മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ എക്കോണമിയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. സർവീസിന് മുന്നേ. അതെ, സർവീസിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടും ഇതുപോലൊക്കെ തന്നെയാണ്. ലൈക്ക് ആദ്യം നമ്മൾ വണ്ടി വാങ്ങുമ്പം കുറച്ച് നാള് നമുക്ക് മൈലേജ് കിട്ടാറില്ലല്ലോ, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്ക് നല്ലൊരു മൈലേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനിയും സ്പേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ജയ്, വണ്ടിയിൽ കയറി ഇരുന്നിട്ട് എങ്ങനെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. ഇതുവരെ എങ്ങനെ സ്പേസിന്റെ കാര്യം നോക്കിയിട്ട് എങ്ങനെ ഫീൽ ചെയ്തു? അതായത് ഓക്കെ ആണോ? തീർച്ചയായിട്ടും ഇത് വലിയൊരു വണ്ടിയാണ്, നല്ല ബ്രോഡായിട്ടുള്ള ഒരു വണ്ടി. അതുകൊണ്ട് ബാക്കിലിപ്പം ഇത്തിരി വെയിറ്റ് ഉള്ള ആൾക്കാർ ഇരിക്കുവാണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ ആണ്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ എങ്ങനെയാണ്? ഫ്രണ്ടിലാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല കോംഫി ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഓക്കെ. അത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ, മാനുവലി ആണോ? മാനുവലി തന്നെയാണ്. ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഓക്കെ. അതുപോലെ ബാക്ക് സീറ്റിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ഫാമിലി മൊത്തത്തിൽ ബാക്ക് സീറ്റ് ആണെങ്കിൽ പോലും നല്ല ബ്രോഡ് വണ്ടി ആയതുകൊണ്ട് ഇപ്പം ബാക്കിൽ ഇത്തിരി വെയിറ്റ് ഉള്ള ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. വേണമെങ്കിൽ ബാക്കിലാണെങ്കിലും 4 പേർക്ക് ഇരിക്കാനുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. വേണമെങ്കിൽ 4 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ. അപ്പം സീറ്റ് കംഫർട്ട് എങ്ങനെയുണ്ട്? അതിന്റെ സീറ്റ് തൈ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സീറ്റ് ഞാൻ ഇരിക്കുന്ന വണ്ടികളിൽ ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ ഒരു ഇപ്പം ലോങ് ഡ്രൈവ് പോകുമ്പം നമുക്ക് ആ ഒരു പെയിനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആ ഒരു ഡിസ്കംഫർട്ടോ അങ്ങനെ ഒന്നുമില്ല, തോന്നുന്നില്ല. ഓക്കെ. അപ്പം ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 425 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ടല്ലേ? ഓക്കെ. അതെ തീർച്ചയായിട്ടും.